മധുരയിൽ നിന്ന് സന്തോഷ് ചേരുന്നു. സന്തോഷ്, പതാക, കൊടിമര, ദീപശിഖ റാലികൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എങ്ങനെയാണ് സമ്മേളനത്തിന്റെ ഒരു ആവേശം? ഷമി, സമ്മേളന ആവേശത്തിൽ തന്നെയാണ് മധുരൈ നഗരം ഒന്നടങ്കം ഉള്ളത്. ഇപ്പോൾ സമ്മേളനം നടക്കുന്ന പ്രതിനിധി സമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗറിൽ അല്പസമയത്തിനകം തന്നെ ദീപശിഖ ജാഥകൾ സംഗമിക്കും. 5 സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ജാഥകൾ ഇങ്ങോട്ടേക്ക് പ്രയാണം തുടരുകയാണ്. രക്തസാക്ഷികളുടെ സ്മരണകൾ ഇരമ്പുന്ന സ്മൃതി കുടീരങ്ങളിൽ നിന്നാണ് ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ദീപശിഖ അല്പസമയത്തിനകം തന്നെ ഈ ദീപശിഖ റാലികൾ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്നത്തെ ഈ ഒരു സമ്മേളന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ ദീപശിഖ റാലികളുടെ സംഗമമാണ്. പതാക ജാഥ നാളെ രാവിലെയാണ് സമ്മേളന നഗരിയിൽ എത്തിച്ചേരുന്നത്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകി നയിക്കുന്ന പതാക ജാഥ നാളെ രാവിലെ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുകയും പതാക ജാഥ എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുകയും ചെയ്യും. മുതിർന്ന പാർട്ടി നേതാവ് ബംഗാളിൽ നിന്നുള്ള ബിമൻ ബസുവാണ് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ സമ്മേളന പ്രതിനിധികൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മേളന പ്രതിനിധികൾ, നിരീക്ഷകർ ഉൾപ്പെടെ 811 പ്രതിനിധികളാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. പ്രതിനിധികളെല്ലാം തന്നെയും സമ്മേളന നഗരിയിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ഹൗസിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുകയാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഉള്ളത്. ഏതായാലും സമ്മേളനം മധുരയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഇത് 3ാം തവണയാണ് CPIMന്റെ പാർട്ടി കോൺഗ്രസിന് മധുര വേദിയാകുന്നത്. മധുര എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. നിരവധി രക്തസാക്ഷികൾ ഉൾപ്പെടെ പിറവിയെടുത്തിട്ടുള്ള മണ്ണാണ് മധുര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ആവേശം എമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ സമ്മേളന നഗരിയിലേക്ക് ഈ തമിഴ്നാടിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുകയും അവർ ഫോട്ടോ പകർത്തുകയും ഈ സമ്മേളനത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് ലയിച്ച് ചേരുകയും ചെയ്യുന്ന കാഴ്ചയാണ് സമ്മേളന നഗരിയിൽ നിന്നെങ്ങും കാണാൻ കഴിയുന്നത്. സമ്മേളനം അതിൻ്റെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു നടത്തിപ്പിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. നിരവധി അനുബന്ധ പരിപാടികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഈ മധുരയിൽ നടക്കുകയും ചെയ്തു. 22ഓളം സെമിനാറുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. സമ്മേളന നടപടിക്രമങ്ങൾ നാളെ രാവിലെ 8:30 തന്നെ ഈ പതാക ജാഥ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. തൊട്ടു പിന്നാലെ തന്നെ പതാക ഉയർത്തും. 10:30 പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. പ്രകാശ് കാരാട്ടാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതായാലും പല സ്ഥലങ്ങളിൽ നിന്നുള്ള നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ, പ്രതിനിധികൾ മാത്രമല്ല ഒപ്പം നിരീക്ഷകർ കൂടി ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനത്തിന് അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിന് തന്നെയാണ് മധുര വേദിയാകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്നപ്പോൾ അവിടെ ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് രൂപീകരിച്ചിട്ടുള്ള നയരൂപീകരണം എന്ന് പറയുന്നത് അത് പിന്നീട് അങ്ങോട്ട് ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങൾക്കെല്ലാം തന്നെയും വളരെ പ്രധാനമായിട്ടുള്ള കാരണമായി മാറിയിട്ടുണ്ട്. ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിൽ സന്തോഷ്, മധുര ഒരു ക്ഷേത്ര നഗരിയാണെങ്കിലും CPIMന് വലിയ അടിത്തറയുള്ള ഒരു മേഖലയാണ് മധുര. അവിടെ നിന്ന് നിരവധി തവണ CPIMന്റെ MP-മാർ ലോക്സഭയിലേക്ക് പോയിട്ടുണ്ട്. 1967 മുതൽ ഇപ്പോൾ വെങ്കടേശൻ അടക്കമുള്ള നിരവധി പേരെ ആ നാട്ടിലെ ജനങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട്.